തുറക്കാൻ. അത് ശരി. അപ്പൊ നിങ്ങളാണോ കുപ്പിയൊക്കെ എടുത്തേ? സത്യം പറയടാ, ബാക്കി കുപ്പിയൊക്കെ എന്തേ? ഒരൊറ്റ കുപ്പി തന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എവിടെയാണെന്ന് എന്തിട്ടാടാത്? ഒറ്റ കുപ്പിയോ? ആരുടെ നിങ്ങൾ കുപ്പിയൊക്കെ തന്നെ? ഹായ്. ക്യാച്ച്. ഹംപിയിലെത്തിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ കുറെ കൊട്ടാരങ്ങൾ മാത്രം കണ്ടാൽ മതിയോ? ദിസ് ഇസ് ദി അതർ സൈഡ്. പുറം ലോകം കാണാത്തൊരു ഹംപി. ഇവിടെ ഇന്ത്യക്കാരില്ല. പിന്നെ രാത്രി വന്നിട്ടേ കാര്യമുള്ളൂ. അതൊന്നും എന്തായാലും നിങ്ങൾ സമ്മതിക്കാൻ പോണില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. Buonvenido. എന്ത്? Sei il primero cliente di India oggi. La cerveza sono gratis. സംക്രാന്തിയാ? ജി കുസൂർ. Muchas gracias. Bye. ആരെന്നാ പറഞ്ഞേ? നമ്മളാണ് ഇന്നത്തെ ആദ്യത്തെ ഇന്ത്യൻ കസ്റ്റമേഴ്സ്. സോ ഡ്രിങ്ക്സ് ഫ്രീ. ഹൈ കൊള്ളാലോ അല്ലേ? നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം. ഓക്കെ? അല്ല ഞാൻ പോയിട്ട് വരാട്ടാ. സെറ്റ് പോകலாம். വെള്ളടിക്കാനോ? ഒന്നും ശരിയാവത്തില്ല. എന്താടാ പെമ്പിള്ളേർ വെള്ളമടിച്ച ആകാശം ഇടിഞ്ഞു വീഴും? എടാ, ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല അവരുടെ ജീവിതം. ഞാൻ അതൊന്നുമല്ല പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇങ്ങനെ അടിച്ചമർത്തി മതിയായില്ലേ? നിങ്ങൾ ഇത്രയും റേസിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സെക്സിസ്റ്റ്. കേസ് ക്ലോസ്ഡ്. I've traveled all around India. I've been to Gokarna, Assam, Kaso. I've also been to Kerala, to this beach by the cliff. വർക്കല. Varkala. Oh yes, it was really nice. പുള്ളിക്കാരി ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. കേരളവും. It's a really nice place. സെൽഫി വിത്ത് മദാമ ചേച്ചി. ഹൈ. സീരിയസ്ലി റേഞ്ച് പോലില്ല. എന്താ അല്ലേ, നമ്മളെക്കാട്ടിലും കൂടുതൽ ഇന്ത്യ കണ്ടിട്ടുള്ളത് ഇവരൊക്കെയാ. കേൾക്കാൻ നല്ല രസോ. ഇങ്ങനെ കറങ്ങി നടക്കാനേ കുറെ കാശ് വേണം. ഓ പിന്നെ, നിന്റെ വീട്ടിൽ നിന്ന് 750 ഒരു ടിക്കറ്റ് എടുത്ത ബേക്കൽ ഫോർട്ട് പോയിട്ട് വരാം. നീ എത്ര തവണ പോയിട്ടുണ്ട്? പോയിട്ടില്ല. ഫിറ്റാണോ? കുറച്ചധികം. കണ്ടില്ലടാ, ഇവരൊക്കെ ജീവിതം ശരിക്കും എൻജോയ് ഉണ്ടല്ലോടാ. ഇവരൊക്കെ അവനവന് വേണ്ടിയാ ജീവിക്കുന്നത്. എന്ന് വെച്ചാ ഇപ്പൊ നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി ജീവിച്ചു. ഇനി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കും. എന്നിട്ട് ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ആര് ജീവിക്കും? അവർക്ക് വേണ്ടി അവരെന്നെ ജീവിച്ചോട്ടെ. 20 വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്ത് ഇതേ ദിവസം ഇതേ സമയത്ത് നമ്മളെല്ലാവരും എത്തുന്നു. ഓക്കെ, ആ കുപ്പിയും കൂടെ വെച്ച്. നീ ഓർക്കണം, പണ്ടൊരു നാൾ ഇലക്ട്രിക്കൽ ലാബിൽ വെച്ച് ആ തെണ്ടി ചാക്കോ സാറിന് ID കാർഡ് വെച്ചത് 1000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ടാ. 1000 രൂപ. പൊട്ടിന് ഇതെല്ലാം മിസ് ചെയ്തു അല്ലേ? എന്ത് ചെയ്യാനാ, അവന്റെ തെറ്റ് തന്നെയല്ലേ. അവന് വെള്ളം പേടി, ഇരിക്കാൻ പേടി, നിക്കാൻ പേടി, ഹൈറ്റ് പേടി. ഒരാളെ ഇത്രയും പേടി ഉണ്ടാവാൻ പാടുണ്ടോ? നിനക്ക് എന്റെ മോൻ വേണ്ട മനസ്സിലായില്ല? മനസ്സിലാവും. എടാ, ഗാന്ധിജിക്ക് ID കാർഡ് ഉണ്ടോ? ഇല്ല. നീ എനിക്ക് 1000 രൂപ. ഗോവയിൽ ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസ്? ലവ് സർപ്രൈസസ്. ഇതുവരെ ഫുൾ എനിക്ക് പുള്ളിക്കാരനെ ഇപ്പൊ കാണണം. ഇങ്ങനെ പാന്റ് കൂടി സെഞ്ചുറി എന്ന് പറയണ. അയ്യോ, ഇവരെങ്ങനെ? Get inside. നിങ്ങളും വരുൺ, ഇതോടെ IV തീർന്നു. എല്ലാരും ബാഗ് പാക്ക് ചെയ്തോ. നാളെ തിരിച്ച് കേരളത്തിലേക്ക്. നട്ടല്ലാത്തവൻ, പേടിത്തൊണ്ടൻ, എന്തൊക്കെയായിരുന്നു? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ വേണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? സോറി. അല്ല, ബാക്കിയുള്ളവരെന്താ പറയാ പോണേ? നിങ്ങൾ പെമ്പിളേരെ കൊണ്ട് കണ്ണിക്കണ്ട ബാറിലൊക്കെ പോയതുകൊണ്ട് IV ക്യാൻസൽ ആയിരുന്നോ? ബാറല്ല, ഷാക്ക്. മിണ്ടരുത്. അവന്റെ എടാ, നിനക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന്
ആൾക്കാർ ചോദിച്ചു തുടങ്ങി. എനിക്കൊന്നും അറിയണ്ട കേട്ടോ. എടാ ഇങ്ങനെ ഇരുന്ന എടാ കുപ്പി എടുത്ത് മാറ്റിയതും ക്ലൂ ഒളിപ്പിച്ചതും ഈ ബാറിലേക്ക് കൊണ്ടുപോയതൊക്കെ അവരുടെ പ്ലാൻ ആയിരുന്നു. എന്നുവെച്ച് അത് സമ്മതിച്ചു കൊടുക്കണോ? പെൺകുട്ടികൾ രാത്രി കറങ്ങി കിടക്കണം, ഡ്രിങ്ക് ചെയ്യണതൊന്നും ശരിയല്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരായിരുന്നു. അല്ലാണ്ട് രാത്രി മൊത്തം അവരോട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കല്ല വേണ്ടത്. ആ ആമ്പിള്ളേർക്ക് വെള്ളം അടിക്കാം, സിഗരറ്റ് വലിക്കാം, ഏപ്പടം കാണാം, രാത്രി മൊത്തം കറങ്ങി നടക്കാം. ഒരു പെൺകുട്ടി ചെയ്തപ്പോ ഇഷ്യൂ അല്ലേ? നിങ്ങൾ ഇത്ര സെക്സിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. റേസിസ്റ്റ്. ഹായ് ദിയ. ശരിയാ, ഞങ്ങള് ഭയങ്കര സെക്സിസ്റ്റാ. കുറ്റം നിങ്ങളുടെ ഒന്നല്ല, ഞങ്ങളല്ലേ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇതൊന്നും പറഞ്ഞ് തർക്കിച്ചോണ്ടിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അടുത്ത് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. അക്ഷയ വിചാരിച്ച എന്തെങ്കിലും നടക്കും. ക്ലാസ്സിലെ സാറിന് കുറച്ചെങ്കിലും മതിപ്പുണ്ടെങ്കിൽ ശിവനോടാ. ആണോ? പിന്നല്ലേ? കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഒരു ഹിപ്പി വില്ലേജ് കാണാൻ പോക്കാന്റെ അതും ഒരു കോട്ടയ്ക്ക് തന്നെ പോണവര് ബ്ലഡി ഫുൾ. ഞങ്ങൾ അറിയാണ്ട് ഹോട്ടലിൽ നിന്ന് പുറത്തു പോവുക, ഡ്രിങ്കിങ്, അതും പെണ്ണുങ്ങളുടെ കൂടെ. നിങ്ങളുടെ പേരൻസിനെ അറിയിച്ച എത്ര വലിയ ഇഷ്യൂ ആണെന്നറിയോ? സ്റ്റുഡൻസിന് അടുത്ത് ബാഗ് പാക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയും. നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിക്കണം. You may go now. ആസ് യു ഓൾ നോ, IV സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വളരെ കുറച്ച് കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി നിങ്ങളിൽ ചിലർ അതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് ബ്രേക്ക് ചെയ്തു. അങ്ങേരോടെ സ്തുതി വിളിച്ചു തുടങ്ങി. എന്തൊക്കെയായിരുന്നു? IV ക്യാൻസൽ ചെയ്യുന്നതിന് ഗോവ, ബീച്ച്, സൺഡൗൺ, പാർട്ടി, ഒലക്കയുടെ മൂഡ്. ക്ലാസ്സിലെല്ലാവരെയും ഫേസ് ചെയ്യാൻ തന്നെ മടിയാവുന്നു. പോടെടാ ചുമ്മാ. വൺ ലാസ്റ്റ് ചാൻസ്. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഓക്കെ? ഓക്കെ സാർ. You may go now. ലവ്ലി, എനി പ്രോബ്ലം? അമേരിക്കക്കാരൻ ഡോക്ടർ, അമ്മയുടെ ചോയ്സ്, അച്ഛന് സമ്മതം. പെണ്ണുകാണിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഈ IV വന്നത്. പക്ഷെ ഇപ്പൊ IV ക്യാൻസലായില്ലേ, ഇനി കാണാതെ വേറെ നിവൃത്തിയില്ല. ഇവിടെ ഞാൻ എങ്ങനെ വിളയ്ക്കും? അമേരിക്ക ഗ്രേറ്റ്. All of you are my favorite students. നിങ്ങളുടെയൊക്കെ മോൻ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. So that we are packing the bags and going to Goa. ഗോവയോ? അമേരിക്കക്കാരൻ അമേരിക്കയ്ക്ക് പോട്ടെ ലവ്ലി, നമുക്ക് ഗോവയ്ക്ക് പോവാം.